പേടിയാന്ന് രാത്രിയെല്ലാം നമ്മൾ അയൽവാസിയുടെ വീട്ടിലെല്ലാം പോകുന്നതാന്ന് രാത്രിയെല്ലാം 10-11 മണിക്കെല്ലാം പോകുന്ന. അപ്പൊ പേടിയാന്ന്. പുലി വീണേന്റെ അപ്പുറത്ത് തന്നെ നേരെ 4 പശുക്കൾ ആലയിലുണ്ട്. ശരിക്കും ഇങ്ങനെ കുടുങ്ങിയോണ്ട് അറിഞ്ഞുകൊണ്ടല്ലേ കാണില്ല. 4 മണിക്കൊക്കെ പശുവിനെ കറക്കാൻ എഴുന്നേൽക്കും അവര്. അച്ഛന്റെ ഫോൺ എടുത്തു പിന്നെ ആ ഫോൺ ഇങ്ങോട്ട്. നമസ്കാരം. ഇന്ന് വ്യാഴാഴ്ച വെളുപ്പിന് കണ്ണൂർ ജില്ലയിലെ മാലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ ഒരു പുലിയെ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തി. പന്നിക്കായിട്ട് വെച്ച കെണിയിലാണ് പുലി അകപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. KPR നഗർ എന്ന് പറയുന്ന പ്രദേശത്ത് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ ഉടമസ്ഥയിലുള്ള സ്ഥലത്താണ് ഈ ഒരു സംഭവം നടന്നത്. തൊട്ടടുത്ത് തന്നെയുള്ള വീട്ടിലെ ഒരു ചേച്ചി രാവിലെ പശുവിനെ കറക്കാനായിട്ട് തൊഴുത്തിലേക്ക് വന്നപ്പോഴാണ് പറമ്പിൽ നിന്ന് ഇത്തരത്തിൽ സൗണ്ട് കേൾക്കുന്നതും അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടതും പെട്ടെന്ന് ആളുകളെ വിവരം അറിയിച്ച് പിന്നീട് നോക്കുമ്പോഴാണ് ഒരു പുലി കുടുങ്ങി കിടക്കുന്നതായിട്ട് കണ്ടെത്തിയത്. ഏതായാലും തികഞ്ഞ ജനവാസ മേഖലയാണ്, തൊട്ടടുത്തൊന്നും കാടില്ലാത്തൊരു പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും നമ്മൾ ഇന്ന് ആ ഒരു പ്രദേശത്തേക്കാണ് പോകുന്നത്. എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളതും ആ ഒരു പ്രദേശം ഒന്ന് കാണാനും അതുപോലെ തന്നെ ആളുകളോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള ശ്രമമാണ്. ഏതായാലും പുലിയെ 10-11:30 ഈ ഒരു പ്രദേശത്ത് നിന്ന് കൊണ്ടുപോയി എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും 12 മണിയൊക്കെ കഴിഞ്ഞു. നമുക്ക് എത്താനായിട്ട് സാധിച്ചില്ല. പക്ഷേ നമ്മൾ ഇതിൻ്റെ അത് കാണിക്കുന്ന വിഷ്വലൊക്കെ നമുക്ക് ആ ഒരു പ്രദേശത്തു നിന്നുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ്. ഏതായാലും പുലിയെ വയനാട്ടിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. വെറ്റിനറി സർജൻ ഏലിയാസ് റാവുത്തർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പുലിയെ മയക്കുവെടി വെച്ചതും ഇവിടുന്ന് കൊണ്ടുപോയതുമൊക്കെ. കൊണ്ട് തലമാറ്റി ബാബോട്ടോ ശരിക്കും കൊണ്ടിട്ടില്ല. ഒന്നും കൂടി കൊണ്ടില്ല. നോക്കുന്ന ആയതാണ് നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. പുള്ളിയെല്ലാം കടിച്ചു സത്യം. നല്ല ഷോട്ടുണ്ട് കേട്ടോ. ആ റോട്ടിലുണ്ട്. പിന്നെ ഷോട്ടിൽ പോയിക്കൊള്ളാം. ഷോട്ടുണ്ട് മയങ്ങിയ നോക്കിയോട്ടെ പാപോ പാപോ
കട്ടിങ് കുഞ്ഞിട്ടൊന്നുമില്ല അല്ലേ? അതിന് അവരടിക്കുന്നതാണ്. വിളിക്കണത് തീർച്ചയാ ചാണകം കൊണ്ടിൽ പോലെ കഴിഞ്ഞ ചേച്ചിയുടെ പേരെങ്ങനെയാ? സുമ. ഇത് ഇന്ന് രാവിലെ എത്ര മണിക്കാണ് സംഭവം 4 മണിക്കാണ് നമ്മളെ ഫോൺ വിളിച്ചത്. ഫോൺ വിളിച്ചപ്പോൾ പശുവിനെന്തോ ഏരിയടായി നമ്മൾ ഓടി. എന്താന്ന് ചോദിച്ചില്ല. ഓടിയാടി എത്തിയപ്പോൾ പറയുന്ന പുലിയാ. അവർക്ക് വർത്താനം പറയാൻ പോലും പറ്റുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിൽ. ആരുടെ പറമ്പിലെ സംഭവം നടന്നത്? ഇത് ബാബുട്ടേട്ടനും രാമകൃഷ്ണനും പറമ്പിന്റെ അതിരില് 2 വീട്ടുകാരെ. ഇവിടെ അടുത്ത് ഫോറസ്റ്റ് ഉണ്ടോ? ഫോറസ്റ്റിലെ വലിയ മല പോലത്തെ പറമ്പാണ്. മൊത്തം റബ്ബർ ടാപ്പിംഗ് ഉപയോഗിക്കാതെ കിടക്കുന്ന. ഇവിടെ മറ്റു വന്യജീവികളുടെ ശല്യം, പന്നികളുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. ഉണ്ട്. പിന്നെ കുറുക്കന്റെ ശല്യമുണ്ട്. അതൊക്കെ ഉണ്ട്. ഇതിനു മുന്നേ ഇങ്ങനെ പുലി വന്നിട്ടുണ്ടോ? ഇതിന് മുന്നേ പാറക്കുന്നുണ്ട്, കണ്ടിട്ട് രാത്രി ആരും നടക്കാൻ ഇറങ്ങണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുലിന്റെ ഇത് കണ്ടിട്ടുണ്ട്. പ്രസിഡന്റൊക്കെ വിളിച്ച് പറഞ്ഞ് നമ്മളോട് ഇങ്ങനെ രാത്രി ആരും ഇറങ്ങാൻ നിക്കല്ലാന്ന്. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നിന്നതാണ്. റബ്ബർ ടാപ്പിങ്ങിനൊന്നും ആരും പോക്കില്ല. അപ്പൊ ഈ കെണിയില കുടുങ്ങിന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇത് എന്തായാലും അവരായിരിക്കുമല്ലോ വെച്ചിട്ടുണ്ടാവും. വേറെ ആരെങ്കിലും ചെയ്തതാണ്. അപ്പൊ എന്താ ഫോറസ്റ്റുകാരെന്താ പറഞ്ഞ കേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും പറഞ്ഞില്ല. പുലിക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? പുലിക്ക് കുഴപ്പമൊന്നുമില്ല. 2 വെടി വെച്ചിട്ടേ കൊണ്ടുപോയി. 10:30 കൊണ്ടുപോയി അല്ലേ? 10:30 കൊണ്ടുപോയി. അപ്പൊ നിങ്ങൾ ഇത് തികഞ്ഞ ജനവാസ മേഖലയല്ലേ? ചുറ്റും എല്ലാം വീടുകളുള്ള സ്ഥലം. എല്ലാം വീടുകളാണ്. ഇവിടുന്ന് ഒരു ഫോറസ്റ്റ് എത്ര ദൂരം അപ്പുറമായിരിക്കും? ഇല്ല, ഒരു 10 മിനിറ്റ് നടന്നാൽ വലിയ കാടാണ്. ഉപയോഗിക്കാതെ ഫോറസ്റ്റ് വനവും ഇല്ല ഇങ്ങോട്ട്. ഇപ്പൊ മലകളാണ്. കണ്ണവായിരിക്കും. കണ്ണവാന്ന്. കണ്ണവത്തിന് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടാവും? എന്തായാലും വീടുന്നുണ്ട്, കുറച്ച് ദൂരം ഉണ്ട്. 10 കിലോമീറ്റർ ഉണ്ടല്ലേ? അത്രയും ദൂരമുള്ള ഒരു ഫോറസ്റ്റ് ഉള്ളൂ അല്ലേ? ഇങ്ങനെ ജനവാസ മേഖലയിലൊക്കെ എങ്ങനെ പുലിയൊക്കെ വരിക എന്ന് പറയുമ്പോൾ പേടിയല്ലേ? പേടിയാന്ന്. രാത്രിയെല്ലാം നമ്മൾ അയൽവാസിയുടെ വീട്ടിലെല്ലാം പോകുന്നതാന്ന്. രാത്രിയെല്ലാം 10-11 മണിക്കെല്ലാം പോകുന്ന. അപ്പൊ പേടിയാന്ന്. രാത്രി നടന്നിട്ട് തന്നെ ഈ പുലിയുടെ പ്രശ്നങ്ങൾ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇതിലെ മാലു പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇല്ല. തോലമ്പ്ര, പാലുകാച്ചിപ്പാറക്ക അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് മുന്നേ പിന്നെ ഇപ്പൊ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോ എന്താ പഞ്ചായത്തൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് 5 മണിക്ക് തന്നെ എത്തി. 5 മണിക്ക് എത്തി. ഇപ്പം വല്ലതും പുലിയെ കൊണ്ടുപോയാൽ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ പോയിട്ട്. ഈ അടുത്ത പ്രദേശങ്ങളിൽ ഇനി വളർത്തുമൃഗങ്ങളെ വല്ലതും ഇതിനു മുന്നേ പുലി ആക്രമിച്ചിട്ടോ? ഇല്ല, പുലി ആക്രമിച്ചിട്ടില്ല. അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. കോഴീനെല്ലാം ഇങ്ങനെ കുറുക്കം കൊണ്ടുപോവുക അങ്ങനെയല്ലോ. പിന്നെ പന്നി വന്ന് ഭയങ്കര ശല്യം. രാത്രിയിലും ഇങ്ങനെ ഈ റോഡിൽ തന്നെ പന്നി പോകും. പന്നി ഉണ്ടല്ലേ? പന്നി പന്നിയെ തേടി വന്നായിരിക്കും. ഏത് പറമ്പിലെ സംഭവം നടന്നേ? ഈ പറമ്പിന്റെ അപ്പുറത്ത്. അത് അവിടെ തന്നെയാണ്. ആ ഭാഗത്തായിട്ട്. അതായത് എല്ലാം വീടുകളുള്ള പറമ്പിൽ തന്നെ. പശുക്കളുണ്ട് അവിടെ. 4 പശുക്കളുണ്ട് ഈ വീട്ടില്. പന്നി പുലി വീണേന്റെ അപ്പുറത്ത് തന്നെ നേരെ 4 പശുക്കൾ ആലയിലുണ്ട്. ശരിക്കും ഇങ്ങനെ കുടുങ്ങിയോണ്ട് അറിഞ്ഞുകൊണ്ടല്ലേ കാണില്ല. 4 മണിക്കൊക്കെ പശുവിനെ കറക്കാൻ എഴുന്നേൽക്കും. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് പ്രവീൺ. ഇന്ന് രാവിലെ എത്ര മണിയായപ്പോഴാണ് സംഭവം നടന്നത്? ഇത് ശരിക്കും 4 മണിക്ക് എങ്ങനെയാന്നാ പറഞ്ഞേ. എന്നെ എൻ്റെ ചങ്ങായി വിളിക്കുമ്പോൾ 5 മണി കഴിഞ്ഞിന്. അപ്പോൾ ഞാൻ അന്നേരം വന്നിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ ഒരു 6 മണിക്ക് ശേഷം വന്നത്. 6 മണിക്ക് ശേഷം വന്നപ്പോൾ പുലിനെ അവിടെ
അതിൽ ഒരു ഇടയിലാണ് അതിൻ്റെ ശരിക്കുമായി താഴെ കുഴി പോലത്തെ സ്ഥലത്താണ്. ഞാൻ അന്നേരം ഒന്നും കണ്ടിട്ടില്ല, പിന്നെ കണ്ടിട്ടില്ല. പിന്നെ എല്ലാവരും കണ്ടല്ലേ? ഇത്രയും ജനവാസ മേഖലയിൽ ഇങ്ങനെ ഒരു പുലിയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംഭവം ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടോ? ഇതിനു മുന്നേ അങ്ങനെ 2-3 പ്രാവശ്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്, വന്നിന് അതിൽ പോയിന്നല്ലാണ്ട് ഇതിലൂട്ടിയൊന്നുമല്ല, വേറെ വഴിക്കൂട്ടല്ലോ. അങ്ങനെ നമ്മളെ താളിക്കാടല്ലോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അല്ലാണ്ട് ഇവിടെ ഉണ്ടായിട്ടൊന്നുമില്ല. അടുത്തൊന്നും അങ്ങനെ ഒരു ഫോറസ്റ്റ് ഒന്നും ഇല്ലല്ലോ ഇവിടെ അത്ര വലിയൊരു ഇതൊന്നുമില്ല. എന്നാലും കാടുണ്ട്, ഈ മല പെരുമ്പറയെല്ലാം കാടാണ് ആ ഭാഗത്ത്. കണ്ണവത്തിന്റെ ഭാഗമാണ് ഇങ്ങോട്ട് ഇത് വരുന്നത്. ഫോറസ്റ്റ് ആയിട്ടുണ്ടോ? ഇല്ലില്ല, ഫോറസ്റ്റ് ആയിട്ടൊന്നും ഇല്ല. വനംവകുപ്പിനൊന്നുമില്ല. വനംവകുപ്പിനുള്ള ഈ ഭാഗത്തേ ഉള്ളൂ, മേലെ അങ്ങേ ഭാഗം കണ്ണവം ഭാഗത്താ? കണ്ണവം ഭാഗത്ത് അങ്ങോട്ടേ ഉള്ളൂ. ഇങ്ങനെ ജനവാസ മേഖലയിലൊക്കെ ഇങ്ങനെ പുലിയൊക്കെ ഇറങ്ങി നടക്കാന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നല്ലേ? അപ്പം നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ട് തന്നെയാണ്. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഈ ഇപ്പോൾ പന്നീനെ കൊണ്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. അതെ അതെ, പന്നിയോ കൃഷി നശിപ്പിച്ചിട്ടും എല്ലാം ഉണ്ട്. കണ്ടവാനം കൃഷി പോകുന്നുണ്ട്. ഉണ്ട്, ഒരുപാട് വയലിൽ കപ്പയും കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കുടുങ്ങിയത് കൊണ്ട് നിങ്ങൾ കണ്ടു, അല്ലെങ്കിൽ എല്ലാവരും കാണൂല. അവിടെയെല്ലാം നേരെ ബേക്കിൽ ബാബുവാടിന്റെ വീട്ടിൽ അവിടെ പശുവുണ്ട്. പശുവിനെ കറക്കാനുള്ള രാവിലെ എണീക്കുന്നില്ലേ, നല്ല ഭാഗ്യം കൊണ്ട് അങ്ങനെ കെണിഞ്ഞു കിട്ടിയോണ്ട് ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. അതെ അതെ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെല്ലാം അപകടം ഉണ്ടാകും ആരും അറിയൂലല്ലേ? ആരും അറിയില്ല. വെളുപ്പിനെല്ലാം പശുവിനെ കറക്കാനെല്ലാം എണീക്കുന്നവരല്ലേ. കെണിയിലാ കുടുങ്ങിയെന്നുള്ള രീതിയിലാണ് വാർത്തയൊക്കെ വന്നത്. അതെ അതെ, ആരാ വെച്ചെന്നുള്ള ഇപ്പോൾ ആരും പറയൂലല്ലോ. എന്താ ഫോറസ്റ്റുകാർ എന്തെങ്കിലും പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അതിനെപ്പറ്റി ഒന്നും നമ്മളൊന്നും അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. ഇവിടെ എല്ലാം പഞ്ചായത്ത് പ്രസിഡന്റ് അവരെല്ലാം അന്വേഷിച്ചോന്ന് അറിയില്ല, ചോദിച്ചിട്ടൊന്നുമില്ല. ഏതായാലും വലിയ ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തുകൊണ്ട് ഇത്രയും ജനവാസ മേഖലയിലല്ലേ? ജനവാസ മേഖല ഇതിപ്പോൾ ഇനി എന്തായാലും ആരും കാണൂലല്ലോ. എവിടെയാ വിളിക്കുന്നതൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ആരെയും കുറ്റപ്പെടുത്താനൊന്നും പറ്റൂല. ആർക്കും അപകടം ഇല്ലാത്ത വലിയ ഭാഗ്യം. അത്രയൊന്നും ഇപ്പോൾ നാട്ടിലും എത്തിയില്ല. നാട്ടിലും എത്തി. നമ്മളിപ്പോൾ ഏതായാലും ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് ഞാൻ ഗ്രാമീണോ ഞാൻ അല്ല 4:30 എന്നെ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു, ഇങ്ങനെ പുലി കുടുങ്ങിയിട്ടെന്ന്. അപ്പോൾ വന്നു നോക്കി. അങ്ങനെ ഒരു ജനവാസ മേഖല വീടുകളുള്ള സ്ഥലത്തില്ല, ഫോറസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത്. ഒരു അംഗനവാടി ഉണ്ട് ഇവിടെ, മദ്രസയിൽ പോകുന്ന കുട്ടികൾ. അംഗൻവാടി ഉണ്ടല്ലേ ഈ പ്രദേശത്ത്? അംഗനവാടി ഉണ്ട് എൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത്. നേരെ ഞാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് ലാൻഡ്മാർക്ക് പറഞ്ഞ അംഗൻവാടിയാണ്. നാട്ടിലും അല്ല, ടൗണിലും പേടിക്കണല്ലേ? പിന്നെ ഈ ബാബു എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ താമസം. പിന്നെ അവൻ്റെ ഭാര്യ 4-4:30 ആകുമ്പം പശുവിനെ കറക്കാൻ പോകും. അപ്പോൾ ഭാഗ്യം കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കുടുങ്ങി കിടക്കുവാണെങ്കിൽ പോലും ചെന്നിട്ട് ഒരു മാന്തി കിട്ടിയ പോലെ അല്ലേ? ഒരു 125 കിലോ ഉണ്ടാവും അത്. അത്ര ഉണ്ടല്ലേ? അപ്പോൾ ആ കേബിള് പൊട്ടിച്ചില്ലെങ്കിൽ പണിയാവുമായിരുന്നു. എന്തുകൊണ്ടാണ് പൊട്ടിയില്ല? നമ്മളെ നാട്ടുകാരെ ഭാഗ്യം എന്ന് പറയാം, അല്ലെങ്കിൽ കുറെ പണിയാവായിരുന്നു. ഇന്നത്തെ ദിവസം പോയി കിട്ടിയാനല്ലേ? പിന്നെ അയ്യോ. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ചുറ്റും വീടുകളുള്ള. ബാബുവിന് ശ്വാസം വീട്ടണ ഞാൻ അതിൻ്റെ രമേൻ്റെ കാര്യം ആലോചിക്കുന്നു. പാവം രാവിലെ പ്രദേശമൊക്കെ കംപ്ലീറ്റ് ഇവിടെ വന്നിട്ടാണ് ആൾക്കാർ ആ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത്. ഇതാണ് സംഭവ സ്ഥലം. ഇവിടെയാണ് കുറേ പ്രാവശ്യം ഇതിൻ്റെ മേലെ കയറിയാ എൻ്റെ വീട്ടിൽ ഇവിടെ കിടന്നല്ലേ? അപ്പോൾ ഇത് കുടുങ്ങിയിട്ടും കുറേ പ്രാവശ്യം ഇതിൻ്റെ മേലെ കയറി. മേലെ കയറി പിന്നെ താഴ്ന്ന് ഇതെല്ലാം കാണണ്ട. അതെ അതെ അതെ, ഇവിടെ കിടന്ന. ഇവിടെ ഇത്ര കുടുക്ക് എവിടെ ഇരുന്നേ? കുടുക്ക് ഇതിൻ്റെ മേലെ തന്നെയായിരുന്നു. അല്ലേ? അത് ഒരു പിന്നെ ഫോറസ്റ്റുകാർ കട്ട് ചെയ്യുന്നു. പിന്നെ ആണല്ലേ? അതാ ഇത് മൊത്തം കടിച്ചു പറിച്ചിട്ടുണ്ട്. ഒരു ആന ഇതാക്കി. അല്ല, ഒരു ആന വന്ന ഒരു പ്രതീതിയല്ലേ? അതെ അതെ അതെ, ഇവിടെ മൊത്തം ഇതാക്കിയില്ലേ? സമയം ഇവിടെയാണ് സംഭവമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. പുലിയുടെ നഖത്തിൻ്റെ പാടുകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. പുലി ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ആ നഖമാന്തിയ കല കണ്ട നീ മേലെ ഉണ്ടോ? അതുവരെ എത്തിയിട്ടുണ്ട്. അങ്ങ് മുകളിൽ എത്തിയില്ലേ? ആ മുകളിൽ പിന്നെ ഇലയുടെ തൊട്ട് താഴെ അവിടെ എത്തി. അങ്ങ് എത്തി. അവിടെ ഈ കുടുക്കിനായി കുടുക്കുള്ളതുകൊണ്ടല്ലേ? പിന്നെ ഇവിടെയാണ് പുലി കിടന്നത് കേട്ടോ. ഇതിങ്ങനെ എന്തെങ്കിലും ചാലാണോ പന്നി വരുന്നത്? ഇതിപ്പോൾ ഇതിലെയാ വന്നിന്ന് വെള്ളത്തിലൂടെ വരാൻ സാധ്യത കുറവാണ്. എനിക്ക് തോന്നുന്നു ഈ സൈഡിലൂടെ ഇങ്ങനെ വരാനാണ് സാധ്യത. ആണല്ലേ?
അതിലിങ്ങനെ വെള്ളത്തിലങ്ങനെ ഇറങ്ങാൻ സാധ്യത കുറവാണ്. പിള്ളേർ പോകുമ്പോൾ അളയിൽ പോയി എൻ്റെ അമ്മയും ഈടിയെന്ത് നേരിക്കും. ഇതൊക്കെ ആ പുലി തന്നെ അടിച്ച് പൊട്ടിച്ചായിരിക്കും അല്ലേ ആ മരമൊക്കെ? അല്ല ഇത് കണ്ടോ, ഈ കല കണ്ടോ, ഇത് മൊത്തം നാഗം മാന്തിപ്പെടും മേലെ വരെ. ഇത് പിന്നെ അവർ കുത്തിയതാണ് ഫോറസ്റ്റുകാർ അങ്ങനെ വലയിലാക്കാൻ വേണ്ടിയിട്ട്. എത്ര സമയം എടുത്തു ഇത്? 4:30 കോള് വന്നു, ഇനി 12:30 ഇവിടുന്ന്. ലേറ്റ് എന്ന് പറഞ്ഞാൽ അനാസ്ഥ തന്നെയാണ്. പിന്നെ ഒരിക്കൽ പറഞ്ഞു ഡോക്ടറില്ല, പിന്നെ മാനന്തവാടിയിൽ നിന്ന് ഡോക്ടർ വരണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണോ വന്നേ? അങ്ങനെ വന്നു. അതിലിടക്ക് ആ ഡോക്ടറെ കാത്തിട്ട് അതിലിടക്ക് ഇത് കെട്ടുപൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല ശക്തിയുള്ള സാധനം. കേബിൾ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഇത് പൊട്ടിക്കും. പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ ആരും നിൽക്കലുണ്ടാവില്ല. അംഗൻവാടി, മദ്രസയിൽ പോകുന്ന മുസ്ലിം സഹോദരിമാരുണ്ട്, അതെല്ലാം പണിയാണ്. പോലീസുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ അനാസ്ഥ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയല്ലോ അല്ലേ? എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരേ ഫോറസ്റ്റിന്റെ അനാസ്ഥ തന്നെയാണ്. ഡിപ്പാർട്ട്മെന്റ്, ഞാൻ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇവരെ അനാസ്ഥ എന്ന് പറഞ്ഞാൽ എങ്ങനെ പോലീസ് കറക്റ്റ് ടൈമിലെത്തി. ഇങ്ങനെ കൃത്യം ഈ ജനവാസ മേഖലയിൽ ഇങ്ങനെ വരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഒരു അപൂർവമാണ് ഈ മേഖലയിൽ. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നില്ലാണ്ട് പിന്നെ അങ്ങനെ ഇപ്പോൾ ലൈവായിട്ട് നമ്മളെന്താ കാണുന്നു. അങ്ങനെയാണ്. എന്തായാലും സന്തോഷം, കുറേ ആളെ ജീവൻ രക്ഷപ്പെട്ടു. സത്യം. ചെറിയ മക്കളുണ്ട്. അല്ല ഇങ്ങനെ കുടുങ്ങിയത് കൊണ്ടെങ്കിലും ആ സാധനത്തിന് ഇവിടെ കൊണ്ടുപോയല്ലോ അല്ലേ? അല്ല അതാ പറഞ്ഞു, ഇവര് ഡിലേ ആണ് മൊത്തം. എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് നമ്മളെ സർക്കാരിന്, ഒന്നിനും കുഴപ്പമില്ല. പക്ഷെ ഇവരെ കുറെ അനാസ്ഥ. വനവകുപ്പ് വേറെ ആരും, ഞാൻ പോലീസുകാരൊന്നും, പോലീസ് സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ. കുറെ ലേറ്റ് ആയിട്ട് വന്നാലേ ഇവർ വന്നു. പക്ഷേങ്കിൽ ഇവരെ പിന്നെ ഡോക്ടർമാർ വരണം, മയക്കുപിടി വെക്കണോ, അയാൾ മാനന്തവാടി നോക്കാം. അപ്പം അല്ലെ നമ്മളെ നാട്ടിലൊരു പുലി കുടുങ്ങിയാൽ ഇപ്പോൾ അവരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ നാട്ടുകാർ മൊത്തം ഭീതി. എത്ര ആൾക്കാരായിരുന്നു ഇവിടെ റോഡ് ബ്ലോക്കായിരുന്നു രാവിലെ. മൊത്തം വണ്ടി ഒരു ഞാൻ തന്നെ രാവിലെ ഉറക്കൊള്ളുമ്പോൾ ഞെട്ടിപ്പോയി. മൊത്തം വണ്ടിയാണ്. ഞാൻ വിചാരിച്ചു ആരോ മരണപ്പെട്ടു പോയോ എന്തെന്നാ സംഭവം ഒന്നും തരുന്നില്ല. അങ്ങനത്തെ. അപ്പം ഇവര് കുറച്ചും കൂടി ആക്റ്റീവായാൽ പരിഹരിക്കാവുന്ന പ്രശ്നമില്ല. ഇപ്പോൾ ആരുന്നില്ല. അടുത്തൊന്നും മനമൊന്നുമില്ലല്ലോ അല്ലേ? അതാണ് എല്ലാവരും അതിശയിക്കുന്ന ഒരു കാര്യം അല്ലേ? അതെ, ഈ നാട്ടിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ. പിന്നെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓടി ഓടിയൊക്കെ വരുന്നുണ്ടാവുന്നു. ഇവർ വന്ന് കാൽപ്പാടൊക്കെ ഇങ്ങനെ ഈ പോക്കാണെങ്കിൽ ആദ്യം താമസിയാതെ കണ്ണൂർ സിറ്റിയിലും ഒക്കെ എത്തൂലേ? പിന്നെന്താ, ഇതിപ്പോ ഇതിന്ന് പിന്നെ ഈ ബാബു എന്ന് പറഞ്ഞ ആളെ ഭാര്യ രാവിലെ 4:30 പശുവിനെ കറക്കാൻ വരുന്നതാണ് ഇവിടെ. അപ്പൊ ഇവിടെ കറക്കാൻ വന്നു. അവളെ ഒച്ച കേട്ടിട്ടാണ്. ആ സ്ത്രീയുടെ എന്തോ ഒരു നല്ല ഭാഗ്യം. കാരണം അന്നേരത്തെ ഇത് കെട്ടുപൊട്ടിച്ച് ആദ്യം കേൾക്കുന്നത്. അവരെ കേൾക്കുന്നത്. അവര് കേട്ടൊരു എന്ന് പറഞ്ഞു ആ പശുവിനെ കറക്കുന്ന പശു ഉണ്ടാവില്ല, ഇവിടെ ഉണ്ടാവില്ല ഒരവസ്ഥയായിരുന്നു. ഇന്ന് രാവിലെ ഈ ഒരു പ്രദേശത്ത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇവിടെ ഈ ഒരു മരത്തിലാണ് പുലി കുടുങ്ങിയത്. ഇവിടെ ഒരു കാട്ടുപന്നിക്ക് വെച്ച കുടുക്കായിരുന്നു. ആ കുടുക്കിൽ ആണ് പുലി പെട്ടത്. അപ്പം നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇവിടെ നിങ്ങളോട് നോക്കിയാൽ അവിടെ ഒരു വീടുണ്ട്, അവിടെ വീടുണ്ട്, അപ്പുറത്ത് വീടുണ്ട്, ഇവിടെ വീടുണ്ട്. ഈ ചുറ്റും ഇതെല്ലാം ജനവാസ മേഖല കേട്ടോ. ഇതൊന്നും ഫോറസ്റ്റ് അല്ല, ഇതൊക്കെ ആളുകളുടെ പറമ്പാണ്. ഇവിടെയാണ് ഇങ്ങനെ പുലി വന്ന് പെട്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു മരത്തിലായിരുന്നു സംഭവമല്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ ഇതിൻ്റെ പാടുകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഈ മരത്തിലൊക്കെ നമുക്ക് പുലിയുടെ നഖം കൊണ്ട് പാടുകളൊക്കെ വളരെ കൃത്യമായി കാണാം കേട്ടോ. ഈ ഒരു മരത്തിൽ നിരവധി പാടുകളാണ്. പുലി ഇവിടെയാണ് കിടന്നതും ഇവിടെ കിടന്നാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെയുള്ള വെപ്രാളപ്പെടലെല്ലാം കാണിക്കുന്നത് കേട്ടോ. പുലി ഏത് ഭാഗത്തുനിന്ന് വന്നതെന്നൊന്നും ആർക്കും വലിയ പിടുത്തൊന്നുമില്ല. പക്ഷേ ഏതായാലും ഇങ്ങനെ പുലി വരികയും ചെയ്തു, ഇവിടെ കുടുങ്ങുകയും ചെയ്തു. ഈ ഒരു വീട്ടിലെ തൊഴുത്തിലൊക്കെ പശുക്കളെയൊക്കെ നമുക്ക് കാണാം. ഈ പശുവിനെ കറക്കാൻ വന്ന ചേച്ചിയാണ് പറമ്പിൽ നിന്ന്, ഈ തൊട്ട് പുറകിലുള്ള പറമ്പിൽ നിന്ന് പുലിയുടെ അലർച്ച കേട്ടതും ഇറങ്ങി വന്നതൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മളിന്ന് വന്നപ്പോൾ ഇവിടെ കണ്ടതും ആളുകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. നമുക്കിവിടെ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഇച്ചിരി ലേറ്റായി പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം അതിൻ്റെ ആ ഒരു സമയത്തെ വിഷ്വലൊന്നും അധികം കിട്ടിയില്ല. നമുക്കിവിടെയുള്ള ആളുകളുടെ അടുത്തു നിന്ന് നമ്മൾ കളക്ട് ചെയ്യുകയാണ് ചെയ്തത്. ഏതായാലും വളരെ ഭീകരമായ ഒരു അവസ്ഥ തന്നെ കേട്ടോ. പ്രത്യേകിച്ച് ഈ ജനവാസ മേഖലയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ നിങ്ങൾ കണ്ടതാണ്. ഇതുപോലെയുള്ള ഒരു ജനവാസ മേഖലയിൽ പ്രത്യേകിച്ച് ഈ ഒരു വീട്ടിൽ പശുവും തൊഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ രാവിലെ പശുവിനെ കിടക്കാൻ വന്ന ചേച്ചിയാണ് ഇത്തരത്തിലൊരു കാഴ്ച കണ്ടത്. ഇപ്പോൾ അവരുടെ മുമ്പിലേക്കാണ് ഇത്തരം ഒരു പുലി ഇവിടെ കുടുങ്ങി കിടക്കുന്ന ഒരു കാഴ്ചയൊക്കെ എത്തിയത്. ഏതായാലും
ആളുകൾക്കൊന്നും പരിക്ക് പറ്റാതിരുന്നതും വളർത്തുമൃഗങ്ങൾക്കും പരിക്ക് പറ്റാതിരുന്നതും ഒക്കെ വലിയ ഭാഗ്യം തന്നെയാണ്. ഉച്ചയോടുകൂടെ പുലിയെ പിടിച്ചുകൊണ്ട് പോയി 11:30 കൊണ്ടുപോയി എന്നാണ് എനിക്കറിയാനായിട്ട് സാധിച്ചത്. ഏതായാലും വളരെ ഭീകരമായ ഒരവസ്ഥ കേട്ടോ. ഇങ്ങനെ ജനവാസ മേഖലയിൽ പോലും പുലിയൊക്കെ ഇറങ്ങുക, അതായത് വന്യജീവി ഷെഡ്യൂൾ 1-ൽപ്പെട്ട ജീവിയാണ്. അതൊക്കെ ഇറങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊക്കെ എത്രത്തോളം പേടിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ എത്രത്തോളം ഭീകരമാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ മാത്രമല്ല, തികഞ്ഞ ജനവാസ മേഖലകളും ഇത്തരം ജീവികൾ, വന്യജീവികളൊക്കെ എത്തിത്തുടങ്ങി കേട്ടോ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ഏതായാലും നമ്മൾ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മൾ ആറളത്ത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ആ പുലി ചത്ത വിവരം അറിയാനായിട്ട് സാധിച്ചു കേട്ടോ. ആ പുലിയെ ഉച്ചയ്ക്കാണ് മയക്കുവെടി വെച്ച് പിടിച്ചുകൊണ്ട് പോയത്. പക്ഷേ ആ പുലി പിന്നീട് ചത്തുപോവുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. ആന്തരിക അവയവങ്ങൾക്കേറ്റ മുറിവ് ആണ് മരണകാരണം എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്.